നമസ്കാരം, ഞാൻ ഡോക്ടർ കമർജാൻ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മഞ്ചേരി ഏരിയ. സ്ത്രീകളിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീയോട് വ്യായാമം നിർദ്ദേശിക്കുകയാണെങ്കിൽ അവരാദ്യം ചോദിക്കുന്നത്, ഞാൻ വ്യായാമം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നതാണല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വ്യായാമവും വീട്ടുജോലിയും രണ്ടാണ്. വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനോ നിലനിർത്തുന്നതിനോ വേണ്ടി ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാരീരിക പ്രവൃത്തിയാണ്. ഇത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ ഏത് പ്രായക്കാരാണെങ്കിലും അവരിൽ കാണുന്ന മിക്ക രോഗാവസ്ഥയുടെ ഒരു പ്രധാന കാരണം വ്യായാമമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിൽ പിറകോട്ട് പോകുന്നത്? അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം സമയമില്ല എന്ന് പറയുന്നതാണ്. അതായത് വീട്ടുജോലിയും അവരുടെ പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്ത് വ്യായാമത്തിനായി ഒരു സമയം മാറ്റിവെക്കാൻ അവർക്ക് പറ്റുന്നില്ല. രണ്ടാമതായിട്ട്, വ്യായാമം ചെയ്യുന്നതിന് പുറത്തേക്ക് തന്നെ പോകണം എന്നുള്ളൊരു മിഥ്യാധാരണ അവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ആർത്തവിരാമം എത്തിയ സ്ത്രീകളിൽ എല്ലു തേയ്മാനം പോലുള്ള അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് എക്സസൈസ് ചെയ്യുകയും ആ എല്ലുകൾക്ക് ചുറ്റുമുള്ള മസിൽസിന് ബലം കൊടുക്കുമ്പോൾ എല്ലുകൾക്കും താനേ ബലം വരും എന്നുള്ളത് അവരറിയേണ്ടതാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്താൽ പുരുഷന്മാരെ പോലെ ബൾക്കി ആയിട്ടുള്ള മസിൽസ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം അവർക്കിടയിലുണ്ട്. ഇനി എത്ര സമയം ഏതൊക്കെ ടൈപ്പ് വ്യായാമം നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. പ്രധാന വ്യായാമം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു വാമപ്പ് ആയിട്ടുള്ള ഒരു എക്സസൈസും അതുപോലെ തന്നെ അതിനുശേഷം ഒരു കൂളിംഗ് എക്സസൈസും കൊടുക്കുന്നത് വ്യായാമത്തിൻ്റെ ഗുണം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ വ്യായാമം നമുക്ക് ചെയ്യാം? നമുക്ക് ഓടാം, അതുപോലെ വാക്കിംഗ് എക്സസൈസ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, ജിമ്മിൽ പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ ശ്വാസഗതി നിയന്ത്രിച്ചുകൊണ്ടുള്ള യോഗ തുടങ്ങിയവ ചെയ്യാം. അങ്ങനെ എല്ലാ തരം എക്സസൈസും നമുക്ക് ചെയ്യാവുന്നതാണ്. ശരീരത്തിൻ്റെ ശാരീരികാവസ്ഥ, രോഗാവസ്ഥ, പ്രായം തുടങ്ങിയവ കൂടി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലതരം ശാരീരിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് സ്ത്രീകൾ. ഓരോ കാലഘട്ടത്തിലും എക്സസൈസിൻ്റെ ആവശ്യകത നമുക്ക് നോക്കാം. ആദ്യമായി പ്യൂബർട്ടി, അതായത് ആർത്തവ ആരംഭകാലത്ത് പെട്ടെന്നായിരിക്കും പെൺകുട്ടികളിൽ വളർച്ച കാണുന്നത്. ഹെൽത്തിയായ ഫുഡും എക്സസൈസും ഇവിടെ അത്യാവശ്യമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അധ്വാനത്തിൻ്റെ കുറവ് കാരണം പല പെൺകുട്ടികളിലും PCOD, അതുപോലെ തന്നെ അമിതവണ്ണം തുടങ്ങിയവ കാണാറുണ്ട്. ഗർഭിണിയായ സ്ത്രീകൾ ചെറിയ ചെറിയ എക്സസൈസുകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഗർഭകാലത്തെ സങ്കീർണതകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ സുഖപ്രസവത്തിനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രസവം കഴിഞ്ഞ ശേഷം അശാസ്ത്രീയമായ പ്രസവരക്ഷ കൊണ്ട് പല സ്ത്രീകളിലും ഒബിസിറ്റി, അമിതവണ്ണം കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൃത്യസമയത്ത് എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് മാറ്റം വരാം. ആർത്തവിരാമം വന്ന സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഓവർ വെയിറ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള പല അസ്വസ്ഥതകളും ഉണ്ടാവുക. ഈ ഒരു സമയത്ത് യോഗ പോലുള്ള എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു മാറ്റം ഉണ്ടാവാറുണ്ട്. ഇനി പൊതുവായി വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം. ആദ്യമായി ശരീരഭാരം നിയന്ത്രിച്ച് അമിതവണ്ണത്തെ തടയുന്നു. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ധാരാളം ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തി എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രധാനമായും നമ്മുടെ ബ്രെയിൻ സെൽസിന് കൂടുതൽ ഓക്സിജൻ കിട്ടുമ്പോൾ ഉന്മേഷം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മളെ മെമ്മറി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു, അതുപോലെ രക്തചംക്രമണം കൂടുതലാക്കുന്നതിനാൽ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നെ വളരെ ക്ലിയർ ആയിട്ട് നിലനിർത്താനും എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഫിറ്റായിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് നമുക്കറിയാം. ശാന്തമായ മനസ്സും ആരോഗ്യമുള്ള ശരീരവും ലഭിക്കുവാനായിട്ട് ചിട്ടയായ വ്യായാമം ശീലിക്കും.